അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ്ട് ഇപ്പൊ പോയേനെ. ഞാൻ വിചാരിച്ചു ഇപ്പം എല്ലാം കൂടെ നുള്ളി പറക്കി എടുക്കേണ്ടി വരുമെന്ന്. കാരണം ഇത് ഞാൻ ലോക്ക് ചെയ്തൊന്നും വെച്ചിട്ടില്ല. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള റോ മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. എൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ പെട്ടികൾ അങ്ങോട്ട് കാണിക്കാം. അപ്പം ഇതാണ് എൻ്റെ കയ്യിലുള്ള എൻ്റെ പണി ആയുധങ്ങൾ എന്നൊക്കെ പറയാം. അപ്പം ഈ ഒരു 3 ബോക്സിലും പിന്നെ ഉണ്ട് കൊച്ചു ബോക്സുകളിലാക്കി ഞാൻ വെക്കാറുണ്ട്. അപ്പം ഇതിനകത്താണ് മെയിനായിട്ട് എൻ്റെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നത്. എല്ലാ അലങ്കോലമായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഞാനങ്ങനെ വീഡിയോ എടുക്കണമെന്നുള്ള പ്ലാനിലൊന്നും ഇരുന്നൊരു വ്യക്തിയല്ല. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് അങ്ങോട്ട് അടുക്കി ഒതുക്കി വെക്കാനൊന്നും പറ്റില്ല. അപ്പം എൻ്റെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ഇതിനകത്താണ്. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു ബോക്സ് ഒക്കെ ഉണ്ടല്ലോ. ഇത് നമുക്ക് ഫുഡൊക്കെ നമുക്ക് പാഴ്സൽ ചെയ്ത് കിട്ടുന്ന ടൈപ്പ് ബോക്സ് ഉണ്ടല്ലോ. അപ്പം അതിനകത്തൊക്കെയാണ് ഞാൻ ചെയ്ത് വെക്കാറുള്ളത്. അപ്പം ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ കുന്തൻ സ്റ്റോൺസുകൾ, എൻ്റെ കയ്യിലുള്ള കുന്തൻ സ്റ്റോൺസിൻ്റെ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ജ്വല്ലറി മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ള മാലകളായിരുന്നു. സോ നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള കുന്തൻ സ്റ്റോൺസുകളുടെ കളക്ഷൻ ഞാൻ എന്താ കാണിച്ചു തരാം. അപ്പം ഈ ഒരു കളർ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ബ്ലാക്ക് കളർ. ഇതാണ് ആക്ച്വലി ഞാനിവിടെ മാലകൾ നമ്മൾ ഈ ത്രെഡ് ഉണ്ടല്ലോ, ഇൻവിസിബിൾ ചെയിനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കല്ലിനകത്തോട്ട് ആണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. സോ ഇതിങ്ങനെ കണക്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹോളുണ്ട്. അപ്പം നമുക്ക് ആ ത്രെഡിലൂടെ കണക്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ സംഭവം അതിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ സിൽവർ ബ്ലാക്കും കൂടെ ഒരു കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട്, പിന്നെ ഗോൾഡ് ഇങ്ങനത്തെ ഗോൾഡും ആണ് കൂടുതലും ഉള്ളത് എൻ്റെ കയ്യിൽ ഉള്ള കളക്ഷൻ. എനിക്ക് കൂടുതലും ഗോൾഡാണ് പോവാറുള്ളത്. അപ്പം ഇതാണ് ഞാൻ കണക്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ മിഡ് മൂൺ ഷേപ്പിലുള്ള ഇതൊക്കെ കുറേ ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം ചിലവായി പോയ സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവാകുന്നതാണ് ഇതൊക്കെ. അങ്ങനെയുള്ളതേ ഞാൻ എടുത്ത് വെക്കാറുള്ളൂ. ഓവറായിട്ടൊന്നും ഞാൻ മേടിച്ച് വെക്കാറില്ല. എനിക്ക് ഓർഡർ വരുന്ന അനുസരിച്ചിട്ട് ഞാൻ പോയി എടുക്കുക, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. കാരണം നമ്മളിത് മേടിച്ച് വെച്ചിട്ടും കാര്യമില്ല, ഇരുന്ന് നമുക്ക് പഴകിയാൽ അത് കൊള്ളില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വരുന്ന ഓർഡർ അനുസരിച്ച് പോയി സാധനങ്ങൾ എടുക്കാറാണ് കൂടുതലും. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ഓർഡറിന് ശേഷം എനിക്ക് അധികം വന്നതാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, ഞാൻ ലോട്ടസിൻ്റെ മാല ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് യൂസ് ചെയ്ത മിഡ് മൂൺ ഈ ഒരു ഗ്രീൻ കളർ, ദെൻ അതിൻ്റെ ഒരു റെഡ് കളർ, പിന്നെ എനിക്ക് അതിനൊരു പീച്ച് കളർ. അപ്പോൾ 3 കളറാണുള്ളത്, റെഡ്, ഗ്രീന്, പീച്ച്, അങ്ങനെ 3 കളറിൽ മിഡ് മൂണിൻ്റെ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ്. ഇത് ഗ്രാമിന് 35 റുപ്പീസാണ് പെർ ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. ഞാൻ ഗ്രാമല്ല, ഞാൻ കുറച്ച് കൂടുതലായിട്ടാണ് എടുക്കുമ്പോൾ കൂടുതലായിട്ട് തന്നെ നമ്മൾ എടുക്കും കേട്ടോ. കാരണം ബേസ്ഡ് ഓൺ ദ ഓർഡർ ആണ്. പക്ഷെ ഇതേപോലൊക്കെ ലാസ്റ്റ് കുറച്ചധികം വരും, അതേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ഈ ഒരു ബ്ലൂ കളറിലും ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ഡ്രോപ്സ്, നമ്മുടെ ഈ മഴത്തുള്ളി പോലത്തെ ടൈപ്പ് കുന്തൻ സ്റ്റോൺസ് ഉണ്ട്. അപ്പം ഇതും ഞാൻ ആക്ച്വലി മാല മാത്രമല്ല അലിഗേറ്റർ ക്ലിപ്സ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കൂടുതലും മാലയുടെ വീഡിയോസൊക്കെ ഞാൻ കാണിക്കാറുള്ളൂ, ക്ലിപ്സ് ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടില്ല. ബണ്ണ്, അപ്പം അങ്ങനത്തെയൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കുന്തൻ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്ലൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ വേറെ ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം തീർന്നു, ഇനി എടുക്കണം. പിന്നെ ഈ ഒരു ലവ് ഷേപ്പിലുള്ള ഈ ഒരു മജന്തോ കളർ ഉണ്ട്. പിന്നെ വന്നിട്ട്
പറഞ്ഞു തരാനാണെങ്കിൽ കുറെ കളേഴ്സ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ കുറെ എന്താണ്ട് സ്ക്വയർ ഉണ്ട്, സ്ക്വയറിന്റെ തന്നെ ചെറിയ റെഡ് ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ളത് ലോട്ടസിന്റെ മാലയാണ് കേട്ടോ. ഇപ്പോഴും എനിക്ക് സെയിൽ നടക്കുന്ന ഒരു സാധനമാണ് ലോട്ടസിന്റെ മാല. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എൻ്റെ കയ്യിൽ തോന്നിയിരുന്നുണ്ട്. അപ്പോൾ അതിന് ദാണ്ട് ഈ ഒരു മെജന്തോ കളറിലുള്ള ദാണ്ട് ഈ ഒരു ദാണ്ടേ ഈ ഒരു ഷേപ്പ്, എന്താ ഓവൽ ഷേപ്പ് എന്നൊക്കെ പറയാം, ആ ടൈപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മാല വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ വന്നിട്ട് ദാണ്ട് ഈ ഒരു സ്റ്റാർ ഷേപ്പ് ഉണ്ട്. അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ട്, ഞാൻ ഓവറായിട്ട് പറഞ്ഞു നീട്ടുന്നില്ല. അപ്പം എൻ്റെ കയ്യിൽ ഇത്രയും കളക്ഷനാണ്, കുന്തൻ സ്റ്റോൺസിൻ്റെ കളക്ഷൻ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ളത്. പ്ലസ് കുറേയൊക്കെ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞ് ഞാൻ എടുക്കാത്ത കുറേ ഇതുകൊണ്ട്. അപ്പം ഇത്രയാണ് മെയിനായിട്ട് കുന്തൻ സ്റ്റോൺസിൻ്റെ കളക്ഷൻ വരുന്നത്. ഈ വരുന്ന ടൈപ്പ് ഐറ്റംസ് എന്ന് പറയുന്നത് ജ്വല്ലറി മേക്കിങ്ങിന് ലൈക്ക് ആ കുന്തൻ സ്റ്റോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അല്ലാതെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. അത് ഇതെല്ലാം ഞാൻ ഇൻവിസിബിളിൽ ചെയ്യുന്നത് കൊണ്ട് അല്ലാതെ എനിക്കിപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് ചിലർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ടൈപ്പ് മാലകൾ ചെയ്യുന്ന ഐറ്റംസുകളൊക്കെയാണ്. അപ്പം അതിൽ എൻ്റെ ഫേവറേറ്റ് എന്തായിരിക്കും, കുറച്ച് നമുക്ക് ഓവറായിട്ട് പണി എടുക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് മാലയാണ് ഈ മഞ്ചാടി മാല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം ഞാൻ ചിലവാക്കുന്നതും ഈ ഒരു മഞ്ചാടി മാല ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ മഞ്ചാടിക്കകത്ത് ഹോൾ ഇടുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. കാരണം ഇതിന് ടൂൾ ഉണ്ടെങ്കിൽ ഓക്കെ, ഇത് ചെയ്യാനായിട്ടുള്ള ടൂൾ ഉണ്ടെങ്കിൽ ഓക്കെ, ടൂൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് ഹോൾ ഇടാൻ പറ്റും. അല്ലാതെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്ക് ബൾക്ക് ഓർഡറോ അങ്ങനൊന്നും എനിക്ക് വരാറില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ഇപ്പോഴത്തെ ഒരു ഇതിൽ വെറുതെ ഞാൻ ചാടിക്കയറി ടൂൾസ് ഒന്നും അതിൻ്റെ മേടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ഇടുന്നത്. അപ്പം ഞാൻ ഈ മഞ്ചാടി മാലയുടെ വീഡിയോ ഓൾറെഡി ഞാനിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേണമെങ്കിൽ ടോപ്പിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പം അതിനകത്ത് ഞാനിത് എങ്ങനെയാണ് മഞ്ചാടിക്ക് ഹോൾ ഇടുന്നതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മഞ്ചാടിയൊക്കെ ഉള്ള വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് മാലയൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പം അതിനകത്ത് ഹോൾ ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഓർഡർ കിട്ടുന്നതാണ് ഈ ഒരു മഞ്ചാടി. പക്ഷേ അതുപോലെ തന്നെ മഞ്ചാടി കുറച്ച് കോസ്റ്റ്ലി ആണ്. നമുക്ക് വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഇപ്പം ഭയങ്കര സെയില് നടത്താനാണെങ്കിലും ഈ ഒരു മഞ്ചാടി മാത്രം വിൽക്കാനാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ എന്താണ് ഇപ്പോൾ കോസ്റ്റ്ലിയാണ് ഈ മഞ്ചാടിക്ക്. പിന്നെ അതുപോലെ വേറൊരെണ്ണം പറയാനുള്ളതാണ് ചിലങ്ക. എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് ഈ ഒരു കവർ നിറച്ചുള്ളതായിരുന്നു, ഇപ്പം തീരാറായി. കാരണം പല പല ടൈപ്പ് ഓഫ് ഓർഡർ വന്നിട്ട് എനിക്ക് തീർന്നിട്ടുണ്ട്. അപ്പം അതിൽ എനിക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഓർഡർ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അയക്കണം. അതെ, എന്ത് സിമ്പിളല്ലേ, ക്യൂട്ടല്ലേ ഇതൊക്കെ. നമുക്ക് സിമ്പിളായിട്ടുള്ള മാലകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതും ആക്ച്വലി എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനായിട്ട് തന്നതാണ് കേട്ടോ. എനിക്കൊരു കുട്ടി അയച്ചെന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചതാണ്. അപ്പം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു മാലയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാലയാണ്. ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഞാനപ്പോൾ ഇത് പറഞ്ഞു വന്ന വഴിക്ക് ഇത് കാണിച്ചതേ ഉള്ളൂ. അപ്പം ചിലങ്ക എനിക്ക് അത്യാവശ്യം ഓർഡറുള്ളതാണ്. പിന്നെ എനിക്ക് പിന്നെ സെയിലായിട്ടുള്ളത് നമ്മുടെ ഞാൻ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ മാങ്ങാപ്പിഞ്ചി മാല, പാലക്ക മാല, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലോക്കറ്റ്സ് ഒക്കെ. അപ്പം അങ്ങനത്തെ ടൈപ്പ് ലോക്കറ്റുകൾ ചേർന്നിട്ടുള്ള ഒരിതാണ്. പിന്നെ ചാംസ് എനിക്ക് കുറച്ച് ഓർഡർ കിട്ടുന്നത് ലൈക്ക് ചാംസ് വെച്ചിട്ടുള്ള മാലകളാണ് കേട്ടോ. ഇപ്പം മഞ്ചാടി ആണെങ്കിലും മഞ്ചാടി മിക്സ് ചെയ്തിട്ടുള്ള ചാംസ്, ചിലങ്ക മിക്സ് ചെയ്തിട്ടുള്ള ചാംസ്. അപ്പം അങ്ങനെ കുറച്ച് കളക്ഷൻ ഓഫ് ചാംസ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണ്. വേണ്ട
ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എനിക്ക് സെയിലായതൊന്നും ഞാൻ വീഡിയോ എനിക്ക് എടുത്ത് ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു. പിന്നെ ദാണ്ട് ഇത്, പിന്നെ ദാണ്ട് ഇങ്ങനത്തെയൊക്കെ ടൈപ്പാണ്. ആക്ച്വലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മാലകളൊക്കെ ഉണ്ട് കേട്ടോ, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള മാലകളൊക്കെ വരുന്നുണ്ട്, അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം കിട്ടുന്നില്ല. ഇതും എനിക്കൊരു കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനായിട്ട് തന്നൊരു മാലയാണ് കേട്ടോ. ഇതെനിക്ക് നേരെ വെക്കാനായിട്ട് പറ്റില്ല, കാരണം മുകളിൽ ഞാൻ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട്. ഇത് ഓൾറെഡി എനിക്കിപ്പോൾ കിട്ടിയൊരു ഓർഡറാണ്, ഓൾമോസ്റ്റ് ഞാൻ ചെയ്ത് വെച്ചേക്കുവാണ്, കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനായിട്ട് കിട്ടിയേക്കുന്ന ഒരു ഓർഡറാണ്. സെയിം ഇത് മഞ്ചാടി ഒന്നുമില്ല, ലൈക്ക് നമ്മുടെ സാധാ ദാണ്ട് ഇങ്ങനത്തെ ബ്ലാക്ക് ബീഡ്സിൽ ദാണ്ട് ഈ ഒരു ചാംസ് വരുന്ന ടൈപ്പ് മാലയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒരു ട്രഡീഷണൽ ഡ്രസ്സ്, ഇപ്പം നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ നമുക്കിപ്പം മാരേജ് ഫംഗ്ഷനൊക്കെ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ടെമ്പിൾ വിസിറ്റ്, അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു ട്രഡീഷണൽ ടച്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ സാരിയുടെ യൂസ് ചെയ്യാം സെറ്റ് സാരിയുടെ കൂടെ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഇപ്പൊ കുറേ ടൈപ്പ് ഓഫ് മോഡലിൽ കുറേ സാരീസ് ഒക്കെ ഉണ്ടല്ലോ, കോട്ടൺ സാരീസ്, അപ്പം അതിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു മാലയാണ്. അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, ഇത് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. എളുപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇപ്പം ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതും കംപ്ലീറ്റ് ആക്കാത്തതും ആയൊരു മാലയാണ്. ഇതെനിക്ക് ആക്ച്വലി ഓർഡർ കിട്ടിയതാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല. കാരണം മഞ്ചാടി ഇത്രയും ചെയ്തപ്പോഴത്തേക്ക് മഞ്ചാടിക്ക് ഹോളിട്ട മഞ്ചാടി തീർന്നു. അപ്പോൾ ഇനി ഇരുന്ന് ഹോൾ ഇടണം, അത് ഇച്ചിരി നല്ല പണിയാണ്. അപ്പോൾ അതും എനിക്ക് ബാലൻസ് ചെയ്യണം. ഇതും നമുക്ക് ട്രഡീഷണൽ ഒരു ഇതാക്കി നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. ഇതൊക്കെ എനിക്കൊരു ഒരു നെക്ലേസ് ടൈപ്പ് ആയിട്ടുള്ള ഓർഡറായിട്ടാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോ മാല ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. പിന്നെ അങ്ങനത്തെ കുറച്ച് ചാംസുകളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് ചാംസുകൾ, അതായത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് മുത്ത് വെച്ചിട്ടുള്ള ചാംസ് അല്ല, ഇങ്ങനത്തെ മാലകളൊക്കെ ചെയ്യാനായിട്ടാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ചുള്ളത് ഇങ്ങനെ കുറേ കണക്ടേഴ്സുകളൊക്കെയാണ് കേട്ടോ. നമുക്ക് മാല ചെയ്യാനായിട്ടുള്ള കണക്ടേഴ്സ്, അത് കുരുക്കാനുള്ള ഡിഫറെൻറ്റ് ഡിസൈനിലുള്ള മുത്തുകൾ, അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ആണ് കേട്ടോ എൻ്റെ കയ്യിൽ പിന്നെ ഇരിക്കുന്നത്. പിന്നെ കുറേ ക്ലിപ്സുകൾ, കുറേ ആലിഗേറ്റർ ക്ലിപ്സുകളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാനായിട്ട് മേടിച്ച് വെച്ചിട്ട് ചെയ്തില്ല. ഓർഡർ വരുമ്പം ചെയ്ത് കൊടുക്കുന്നു, അല്ലാതെ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ചെയ്യാനായിട്ടുള്ളൊരു ടൈം കിട്ടിയില്ല. അതും ഞാൻ ചെയ്തിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് മാല ചെയ്യുമ്പോൾ ഇങ്ങനത്തെയൊക്കെ കണക്റ്റിംഗ് വയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കണക്റ്റിംഗ് വയേഴ്സ് അല്ല, നമ്മൾ ഈ നെക്ലേസ് ഒക്കെ ചെയ്യുമ്പോൾ കണക്റ്റിംഗ് ത്രെഡുകളൊക്കെ കാണും, ബാക്കിലോട്ട് കണക്ട് ചെയ്യുന്ന ത്രെഡുകളൊക്കെ കാണാം. ആക്ച്വലി നമുക്ക് ഇങ്ങനത്തെയൊക്കെ ത്രെഡുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. ഞാൻ കൂടുതലും സ്വന്തമായിട്ട് ചെയ്തെടുക്കാറാണ് ഉള്ളത്. എംബ്രോയ്ഡറി ത്രെഡ്സുകളുണ്ടല്ലോ, അപ്പോൾ ഈ എംബ്രോയ്ഡറി ത്രെഡ് മേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കാറാണ് കൂടുതലും ഉള്ളത്. ഓൾമോസ്റ്റ് ഒരു ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇപ്പം നല്ല ബൾക്കൊക്കെ ഓർഡർ കിട്ടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇരുന്ന് ചെയ്യുന്നത് അവർക്ക് ഇരട്ടി സമയമുള്ളതുകൊണ്ട് കൂടുതലും കടകളിൽ ഇത് മേടിക്കാനും കിട്ടും കേട്ടോ. ഇങ്ങനെ ത്രെഡ്സുകൾ നമുക്ക് മേടിക്കാനും കിട്ടും. ഞാനിത് ചെയ്തെടുക്കാറാണ് പതിവ്. പിന്നെ എൻ്റെ കയ്യിൽ ഇത് ആക്ച്വലി നമ്മുടെ ചെയിൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇതുണ്ടല്ലോ, ത്രെഡ് ഉണ്ടല്ലോ, ഇങ്ങനെ വലിയുന്ന ടൈപ്പ് അല്ല, ഇങ്ങനത്തെ ടൈപ്പ്. അപ്പം അതാണിത്. പിന്നെ നമ്മൾ ഇൻവിസിബിൾ ചെയ്യുന്ന ഇതാണ് എൻ്റെ ത്രെഡ്. ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ, ആണ്ടേ. അപ്പം ഇതാണ് എൻ്റെ കയ്യിലുള്ള ഈ നമ്മൾ ചെയിൻ ചെയ്യുന്ന ഇൻവിസിബിൾ ത്രെഡ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ അതിൻ്റെ സാധനങ്ങളാണ്. പിന്നെ എൻ്റെ പണിയായുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഗം, ഇതൊക്കെ എൻ്റെ വീഡിയോസിൽ എല്ലാവരും കാണുന്നതായിരിക്കും. B700ൻ്റെ ഗമ്മാണ് ഞാൻ ഇത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിതിന് യൂസ് ചെയ്യണ എൻ്റെ പണിയായുധങ്ങൾ എന്നൊക്കെ പറയാം. അതുകൊണ്ട് ഇതുപോലൊരു കുഞ്ഞി കത്രികയുണ്ട്. ഇത് ആക്ച്വലി ഇങ്ങനെയൊക്കെ മടക്കിയൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. ഇത് എൻ്റെ കൊച്ചുനാളിൽ, എൻ്റെ കുട്ടിനാളിലെ വീട്ടിലുള്ള ഇതാണ്. എൻ്റെ അപ്പൂപ്പൻ
എൻ്റെ അമ്മുമ്മയുടെ ബ്രദർ അപ്പൂപ്പൻ കൊണ്ടുവന്നിട്ടുള്ള എന്താണ്ട് കത്രികയാണിത്. എനിക്കറിയില്ല ഇവിടെയൊക്കെ കിട്ടുമെന്നുള്ളത്. ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇതിനൊരു കുഴപ്പമില്ല. കുറച്ച് തുരുമ്പൊക്കെ എടുത്തിട്ടുണ്ട് എന്നുള്ളൊഴിച്ച് കഴിഞ്ഞാൽ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. എൻ്റെ കുട്ടിനാൾ തൊട്ട് എനിക്ക് ഓർമ്മയുള്ളപ്പോൾ തൊട്ട് ഞാനിത് കാണുന്നുണ്ട്. അപ്പം ഇപ്പോഴും അത് സൂക്ഷിച്ച് വെച്ചുകൊണ്ട് ഇപ്പോഴും അത് ഉപയോഗപ്പെടുന്നുണ്ട്. സ്റ്റിൽ വർക്ക് ചെയ്യുന്ന നല്ല രീതിയിൽ മൂർച്ചയൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ത്രെഡ്സൊക്കെ കട്ട് ചെയ്യാനായിട്ടൊക്കെ എടുക്കും കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു പണിയായുധമായിട്ട് ഞാൻ കൊണ്ടു നടക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ ഐബ്രോസ് ഒക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ഞാൻ ഈ ടൈപ്പ് കുഞ്ഞി കത്രിക എടുക്കും കേട്ടോ. ഇത് മെയിനായിട്ട് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നടക്കാം. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും കളയാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. പിന്നെ മെയിനായിട്ട് വേണ്ട ഇങ്ങനത്തെ ടൈപ്പുള്ള ഇതിൻ്റെ ടൂളിൻ്റെ പേര് ആക്ച്വലി എനിക്ക് ഇതിൻ്റെ കറക്റ്റ് പേരുകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. മേടിച്ച് വെച്ചു, നമ്മൾ യൂസ് ചെയ്യണം. ഇതാണ് ഞാൻ നമ്മൾ ലോക്കൊക്കെ ചെയ്യുന്ന, നല്ല രീതിയിൽ മുറുക്കി കൊടുക്കാൻ ലോക്ക് ചെയ്യുന്ന സംഭവം ഇതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മൾ ചിലപ്പോൾ മാലയും കമ്മലും ഒക്കെ ചെയ്യുന്ന ടൈമിൽ വളയ്ക്കാനും അങ്ങനെയൊക്കെ ഈ ഒരു റൗണ്ട് സ്ട്രക്ചറാണ് ഇതിന്. അപ്പം അത് വളയ്ക്കാനും അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണിത്. പിന്നെ ഇത് നമ്മുടെ മറ്റേ നൂല് കട്ട് ചെയ്യുന്ന കട്ടറുണ്ടല്ലോ, ഇതാണ് ആക്ച്വലി നമ്മൾ ഈ ഇൻവിസിബിൾ ത്രെഡിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ള മാലകളാണ്. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇങ്ങനത്തെ ഗ്ലാസ് ഷീറ്റ് ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഗ്ലാസ് ഷീറ്റിനകത്താണ് നമ്മൾ ഗമ്മ് തേച്ച് ഒട്ടിക്കുന്നത്. നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാറുള്ളത് ഇത് വെച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് ഇങ്ങനത്തെ ഇത് നമ്മൾ ഈ നൂല് കട്ട് ചെയ്യുന്നത് ആക്ച്വലി ഇത് ഈ തയ്ക്കുന്നവരൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ അമ്മ തയ്ക്കും. അപ്പം വീട്ടിൽ ഇത് ഓൾറെഡി ഉള്ള സാധനമാണ്. അപ്പം ഞാൻ അതിഞ്ഞെടുത്തതാണ്. പിന്നെ B700ൻ്റെ കുഞ്ഞു ഗമ്മുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചാൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടി ഡിസൈനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ആക്ച്വലി നമ്മൾ ഈ ചെയിനൊക്കെ ചെയ്യില്ലേ, ചെയിൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ചാൻസുകളാണ്. വേണ്ട ഇത് ഭംഗിയാ, ഇതൊക്കെ നല്ല ഭംഗിയല്ലേ കുഞ്ഞി കുഞ്ഞി ചാൻസുകൾ. പിന്നെ വേണ്ട റൗണ്ട് ഷേപ്പിൽ വരുന്ന ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. ഇത് ആക്ച്വലി ഞാൻ ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ചാൻസ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് സെലക്റ്റഡ് ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു സംഭവമാണ് കാലുപോയി. ഇപ്പം നമുക്കൊരു ഈ ഒരു കൊറിയൻ നമ്മളിപ്പോൾ ഈ കൊറിയൻ സീരീസൊക്കെ കുറേ കാണാൻ തുടങ്ങിയതിന് ശേഷം എന്തായിരിക്കും എല്ലാവർക്കും ആ ഒരു സ്റ്റൈൽ, ആ ഒരു രീതിയിൽ ഡ്രസ്സിങ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സസറീസ് ആയാലും ഓർണമെൻറ്റ്സ് ആയാലും നമ്മൾ ആ ഒരു രീതിയിലുള്ളതാണ് നമ്മൾ കൂടുതൽ അതാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുള്ളത്. അപ്പം അങ്ങനെ വന്നിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ഈ റോസ് ഗോൾഡ് പോലത്തെ ഇങ്ങനത്തെ കുഞ്ഞി ഇതുണ്ട്. അപ്പം ഇതിനകത്ത് ഇങ്ങനത്തെ കുഞ്ഞു ചാൻസൊക്കെ യൂസ് ചെയ്തിട്ട് മാല എനിക്ക് ഇതൊക്കെ ഇങ്ങോട്ട് ഇത് വന്നിട്ട് ഇങ്ങനെ ചെയ്യാമോ ചേച്ചി, ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുള്ള ഇതാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാനായിട്ട് ഒരു കുട്ടിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ മേടിച്ചതായിരുന്നു. പിന്നെ ഞാൻ ചെയ്തില്ല, ബാലൻസ് വന്നത് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെയൊക്കെ ഇതിനകത്തൊക്കെ നമുക്കിപ്പം ഡബിൾ ലെയറിൽ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ ഡബിൾ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുമോ, ഇതുവരെ ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പം ഒരെണ്ണം ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. പിന്നെ വന്നിട്ട് ഇതൊക്കെ ഞാൻ ചെയ്തതാണ് കേട്ടോ. പക്ഷെ ഇതൊന്നും കട്ട് ചെയ്തെടുക്കാനായിട്ട് എനിക്ക് ടൈം കിട്ടിയില്ല. ഓൾറെഡി നമ്മൾ ഇത് പിന്നെ എൻ്റെ കയ്യിൽ സ്റ്റോക്കാണ് ആക്ച്വലി. നമുക്ക് കാരണം എനിക്ക് ഇപ്പോഴും ഓർഡർ കിട്ടുന്നൊരു സാധനമാണ് ഈ ലോട്ടസിൻ്റെ മാല. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചേക്കും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ എമർജൻസിയിൽ വന്ന് ചോദിക്കുക, പെട്ടെന്ന് തന്നെ വേണം. ഇപ്പം എനിക്ക് അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഓർഡർ തരുവാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇല്ലയെന്ന് പറയത്തില്ല, ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു തരാമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി അങ്ങനെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടി മോഡലൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ്ട് ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടില്ല, അതാണ് എൻ്റെ പ്രശ്നം. അതൊക്കെ ഇനി ഓരോന്നൊക്കെ ചെയ്ത് വീഡിയോ ആയിട്ട് ചെയ്യണം. എന്നാണ്ട് ഇങ്ങനത്തെയൊക്കെ കുഞ്ഞു ചാൻസൊക്കെ ഇതൊക്കെ ആക്ച്വലി
നമുക്ക് മാലയാക്കി ഇടാനൊക്കെ നല്ല ഭംഗിയുള്ള സാധനമാണ് കേട്ടോ. ഇതിപ്പോൾ പറ്റത്തില്ല. പിന്നെ വേറൊരിത് ഞാനൊരു അറ്റംപ്റ്റ് നടത്തി നോക്കിയതാണ്, ബട്ട് സക്സസ് ആയിട്ടുണ്ട്. ഞാൻ മഞ്ചാടിക്കമ്മൽ ഞാൻ ഇതേപോലെ വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ്. മഞ്ചാടിക്കമ്മൽ, പിന്നെ അതിൻ്റെ ഒരു ലോക്കറ്റ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി, കുഴപ്പമില്ല. എനിക്ക് 2 ലോക്കറ്റ് അത് വെച്ചിട്ടൊരു മാല ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ ഉള്ളത്. അപ്പം ഞാൻ ഉള്ളതൊക്കെ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ എന്താണോ ഉള്ള സാധനങ്ങൾ മൊത്തം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇനി കുഞ്ഞു അല്ലാത്ത കുഞ്ഞു സാധനങ്ങളൊക്കെ ഉള്ളു കാണിക്കാനായിട്ട്. ഞാൻ ഇനി ഒരു കാര്യം കൂടെ ചെയ്യും. ഞാൻ ഓൾറെഡി മഞ്ചാടിമാലയുടെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തോടെ ഞാൻ പറയുന്നുണ്ട് മഞ്ചാടിമാലയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലൊരാണി, എൻസ് കുറച്ച് കൂർത്തൊരാണി, പിന്നെ ഇതാണ്ട് ഇങ്ങനത്തെ ഇത് ആക്ച്വലി കൊട്ടസൂചി എന്ന് പറയും ഇത്. പിന്നെ നമ്മൾ ആരി വർക്ക് ചെയ്യത്തില്ലേ, ആരി വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു സൂചിയാണ്. അതിൻ്റെ എൻഡ് ഞാൻ ഒടിച്ചളഞ്ഞിട്ട് കുറച്ച് പോർഷൻ ഉണ്ട് നീളത്തിലുള്ള, അത് വെച്ചിട്ടാണ് ഞാൻ ഹോൾ ഇടാനായിട്ട് ഇത്രയും സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലൊരു റബ്ബർ, ഈ റബ്ബർ ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബറിൽ ഹോൾ ഇടും. ഹോള് മീൻസ് നമ്മുടെ ആ ഒരു മഞ്ചാടിയുടെ ഷേപ്പിന് ഹോൾ ഇട്ടിട്ട് അതിനകത്തോട്ട് ഈ മഞ്ചാടി ഇറക്കി വെച്ചിട്ടാണ് ഞാനിത് അടിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ കുറേ ഐറ്റംസ്, ഇതൊക്കെയാണ് എൻ്റെ ടൂളായിട്ടുള്ളത്. പിന്നെ ചാംസ്, നമ്മുടെ ഈ ചെയിനുകളുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബീഡ്സുകളാണ് ഞാൻ ചെയിൻ യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ചെയിനുകളാണ് നമ്മുടെ ഈ ബീഡ്സ് വെച്ചിട്ടൊക്കെ ഉള്ള ചെയിനുകളാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത്. അതും ഞാൻ അങ്ങനെ തോനെ എടുത്തൊന്നും വെക്കാറില്ല, ഓർഡർ അനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യണ എൻ്റെ മെറ്റീരിയൽസ്. ഇതൊക്കെയാണ് എൻ്റെ പണിസാധനങ്ങൾ. അപ്പം എന്താണോ എൻ്റെ കയ്യിലുള്ളത് അത് ഞാൻ അതേപോലെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഇത്രയൊന്നും ഐറ്റംസ് ഇല്ലായിരുന്നു. ഞാനിങ്ങനെ ഒരു ചെയ്തു കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇടുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നു, അങ്ങനെ വീഡിയോ ചെയ്യുന്നു, വെച്ചേക്കുന്നു, അങ്ങനെ കൊടുക്കുന്നു. അല്ലെങ്കിൽ നമുക്കിപ്പം എൻ്റെയൊക്കെ കസിൻസോ അല്ലെങ്കിൽ എൻ്റെയൊക്കെ കൊച്ചു കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന, കസിൻസൊക്കെ വരുമ്പോൾ കൊടുക്കുന്നതല്ലാതെ ഞാൻ ഇത് എനിക്ക് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ പിന്നെയാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ആണ് ഇങ്ങനെ കുഞ്ഞുതായിട്ടൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്, ജ്വൽസ് ബൈ ഗായു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിലൊക്കെ ഇട്ട് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് കുറച്ച് ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഓർഡർ കിട്ടിയത്. അതിന് വേണ്ടി ആൾക്കാർ വെച്ചാൽ ഭയങ്കരമായ വലിയ അക്കൗണ്ടൊന്നുമല്ല, ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ടപ്പ് പോലെ. അപ്പോൾ കിട്ടിയതിൽ വെച്ചിട്ട് ആണ് ഞാൻ പിന്നെ ഇത്രയൊക്കെ സാധനങ്ങൾ മേടിച്ച് ഒക്കെ ഇച്ചിരി ഒരു 3 ബോക്സ്, അതാ ഫസ്റ്റ് എനിക്ക് ഏതാണ്ട് ഒരു ബോക്സിൽ തയ്യുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലുള്ളായിരുന്നു. കാരണം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുക്കുന്നു, വലിയ എമൗണ്ട് ഒന്നും എനിക്ക് ആവുന്നില്ലല്ലോ. അപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാധനം ഇങ്ങനെ 1-2 പീസ് മേടിക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഞാൻ യൂസ് ചെയ്യണു, അത് തന്നെ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ സെയിലും കൂടെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ കാണും എന്നുള്ളതല്ലായിരുന്നു. അപ്പം ഇത്രയുള്ള എൻ്റെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും എനിക്ക് മെസ്സേജ് ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോഡൽ ഞാൻ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് എനിക്കൊരു മോഡൽ അയച്ചു തരും. അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ വീണ്ടും സപ്പോർട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.